സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ, സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ബ്രോ വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് കോപ്രായവും കാണിക്കാൻ തയ്യാറായിട്ട് മാറിയേക്കാണ് ഇപ്പൊ രേണുസുതി. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. സത്യം പറയാലോ, മനുഷ്യന്മാർ ഇത്രയും തരം താഴാൻ പാടില്ല. ഇത്രയും നാളും രേണുസുതി ചെയ്തിട്ടുള്ള പല പ്രവൃത്തിയെയും ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ മിക്ക വീഡിയോയും ഇട്ടിട്ടുള്ളത്. പിന്നെ അവരെ വിമർശിക്കേണ്ട സ്ഥലങ്ങളിൽ വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, കൊല്ലസുതി പോയി എന്ന് വിചാരിച്ചിട്ട് രേണുസുതിക്ക് ഇനിയും ജീവിക്കണം. അവർക്ക് താല്പര്യങ്ങളുണ്ട്, അവർക്ക് ജീവിതമുണ്ട്, അവർക്ക് ഇഷ്ടമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനകത്തൊന്നും ഒരു തടസ്സവും ഇല്ല. അത് തീരുമാനിക്കുന്നത് നമ്മളല്ല, സമൂഹമല്ല അത് തീരുമാനിക്കുന്നത്. ഭർത്താവ് പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു പെണ്ണിന് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്, അവർക്ക് പിന്നെയും ജീവിതമുണ്ട്. നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിലോ മേക്കപ്പ് ഇട്ട് നടക്കുന്നതിലോ അതിലൊന്നും ഒരു തെറ്റുമില്ല. അതിലൊന്നും പോയി അവരെ ജഡ്ജ് ചെയ്യാൻ നമുക്കൊരു അവകാശവും ഇല്ല. നമ്മുടെ ജീവിതമല്ല, നമ്മുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ. അതിലിപ്പോഴും ഒരു മാറ്റമില്ല കേട്ടോ. അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടം, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. എന്നാൽ ഈ ഒരു കാര്യം അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. കാരണം ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല, ഇത് പബ്ലിക്കിൻ്റെയും കൂടി കാര്യമാണ്. നിങ്ങൾ കണ്ടല്ലോ എവിടെയാണ് റീൽസ് ചിത്രീകരിക്കുന്നത് എന്ന്. നടു റോഡിൽ. അത് നല്ല ട്രാഫിക് ഉള്ള റോഡാണ്. തുരുതുരെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇതൊന്നും MBD കാണുന്നില്ലേ? അതോ ഇത് പെർമിഷനോട് കൂടിയിട്ട് ചെയ്യുന്നതാണോ? അതോ ഇനി സ്ക്രിപ്റ്റഡ് ആണോ? സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വാഹനങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടി തടഞ്ഞു നിർത്തി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എതിരെ വരുന്ന ആ ഒരു ബൈക്കുകാരൻ ചീത്ത വിളിക്കുന്നുണ്ട്. ഇത്രയും തോന്നിവാസം കാണിക്കാൻ പാടില്ല. പബ്ലിക് റോഡിൽ പോയി നിന്ന് ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതിനു മുമ്പ് എന്തുമാത്രം കേസുകൾ വന്നിട്ടുള്ളതാണ്. ഇതേപോലെ നടു റോഡിൽ നിന്നുകൊണ്ട് റീൽസ് ചിത്രീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കേസുകൾ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ഇവർ കണ്ടിട്ടുള്ളതാണല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പബ്ലിക് റോഡാണ്. ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇവരിത് ചെയ്തു? മനഃപൂർവ്വമാണ്, വൈറലാകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേടിയെടുക്കും. ഇപ്പം തന്നെ അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം അത് വൈറലായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു 99% ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ നെഗറ്റീവ് കമൻ്റാണ്. ഇവരെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ആ കമൻറ്റുകളൊക്കെ ഇട്ടേക്കുന്നത്. ആ ചീത്ത വിളി പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കോപ്രായങ്ങൾ കണ്ടാൽ പറ്റും. ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് ഷെയർ ചെയ്യുക തന്നെ ചെയ്യണം. MBDയുടെ ശ്രദ്ധയിൽ പെടുന്നിടം വരെ ഷെയർ ചെയ്യണം. പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആരും ചെയ്യാൻ വേണ്ടി പാടില്ല. വൈറലാകാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് റോഡിലല്ല ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കേണ്ടത്, പേക്കൂത്തുകൾ കാണിക്കേണ്ടത്. രേണുസുതി ഈ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. ഇപ്പം ഇവര് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവർക്ക് നേരെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിറ്റിട്ടാണ് ഇവർ കാശാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവരെ തന്നെ ഇവർ സ്വയം വിറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യം മുതലേ ഇവർക്ക് കുറേ നെഗറ്റീവുകളുണ്ട്. ഭർത്താവ് പോയതിനു ശേഷം അഴിഞ്ഞാടി നടക്കുന്നു, അണിഞ്ഞൊരുങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ വിമർശനമൊക്കെ തന്നെ വാസ്തവ വിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അവരുടെ ഇഷ്ടമാണ്. ഭർത്താവ് പോയി എന്ന് വിചാരിച്ച് അവർക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ അവരിപ്പോൾ എന്താണ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരെയുള്ള ഈ നെഗറ്റീവ് പബ്ലിസിറ്റി അവർ മുതലെടുക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലെ താരമാകാനും വലിയ വലിയ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും അവർ മുതലെടുക്കുകയാണ്. അവരുടെ കൂടെ കൂടിയേക്കുന്ന കുറേ എണ്ണമുണ്ട്. ഇതിപ്പം ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരുത്തനാണ് കൂടെ കൂടിയേക്കുന്നത്. അവനാണിപ്പോൾ അവരുടെ കൂടെ നിന്ന് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇവരുടെ ഒന്നും പ്രായത്തെ ഒന്നും ബഹുമാനിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. ചേട്ടാന്നോ അല്ലെങ്കിൽ റെസ്പെക്റ്റോട് കൂടിയിട്ടൊന്നും എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾ തന്നെ പറയുക. ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരെ പോയി ഫോളോ ചെയ്യുന്നവരെ വേണം ആദ്യം തല്ലാൻ വേണ്ടിയിട്ട്. ഇവരെ ഒന്ന് ഫോളോ ചെയ്യരുത്, ഇവരെയൊക്കെ അൺഫോളോ ചെയ്യണം. ഇവരുടെ വീഡിയോസ് ഒന്നും കാണരുത്. ഇവരുടെ ലക്ഷ്യം ഇതാണ്. ഇവർക്ക് എന്തായാലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നെഗറ്റീവ് പബ്ലിസിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ പേക്കൂത്തുകളും കോപ്രായങ്ങളും ഒക്കെ കാണിക്കുന്നത്. നമ്മളപ്പോൾ എന്തോ വിചാരിക്കും, ഇവർ പേക്കൂത്തുകൾ കാണിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് അവർക്ക് കമൻസുകൾ ഇടും. നെഗറ്റീവ് കമൻസുകളാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു വീഡിയോയ്ക്ക് റീച്ചാണ് കിട്ടുന്നത്.
നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ അൽഗോരിതം നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇവരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ചെല്ലും. നമ്മളല്ല, ചീത്ത വിളിക്കാൻ കയറി ചെല്ലുന്ന ആൾക്കാർ അവിടെ പോയി ഇവരുടെയൊക്കെ കമൻസിൻ്റെ അടിയിൽ പോയി കമൻറ്റുകൾ ഇടുമ്പോൾ അവർക്കാണ് അതിൻ്റെ നേട്ടം. നമ്മൾ വിചാരിക്കും ചീത്ത വിളിക്കുമ്പോൾ അവർക്ക് പ്രശ്നമാണല്ലോ എന്ന്. അല്ല, അവർക്ക് മാനസികമായിട്ടൊരു പ്രശ്നവും ഇല്ല. അവർക്ക് ഇതൊക്കെ കേട്ട് കേട്ട് നല്ല സുഖമായിട്ടിരിക്കുകയാണ്. പക്ഷേ കമൻറ്റുകൾ എത്രത്തോളം ചെല്ലുന്നോ, എത്രത്തോളം വ്യൂസ് അതിന് കിട്ടുന്നോ അത്രയും ബെനിഫിറ്റ് അവർക്കാണ് കിട്ടുന്നത്. അതിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അവരുടെ അക്കൗണ്ട് കൂടുതൽ കൂടുതൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ എൻഗേജ്മെൻറ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് പോസിറ്റീവാണ്. ഇത് മനസ്സിലാക്കുക. ആദ്യം വ്യൂവേഴ്സ് മനസ്സിലാക്കുക. ഇവരെ പോലുള്ളവർ ഈ കോപ്രായം കാണിക്കുമ്പോൾ നമ്മൾ പോയി കാണാതിരിക്കുക, അത് വ്യൂ ചെയ്യാതിരിക്കുക, അവരെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇതിനൊക്കെ അങ്ങനെ തന്നെ പറയാം. അവർ ഒരു പാവ സ്ത്രീയാണ്, അവർ ജീവിച്ചോട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അവർ ആൽബം ചെയ്യുകയോ അവർ ഫോട്ടോഷൂട്ട് നടത്തുകയോ അവർ വീഡിയോ ചെയ്യുകയോ അത് പോസ്റ്റ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നടു റോഡിലല്ല ഇമ്മാതിരി പരിപാടി കാണിക്കേണ്ടത്. ഇനി അത് പെർമിഷനോട് കൂടിയിട്ട് ചെയ്തതാണെങ്കിലും തെറ്റാണ്. ഒരിക്കലും പെർമിഷൻ കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ MBD ഒക്കെ ടാഗ് ചെയ്യുന്നുണ്ട് അവരുടെ കമൻറ്റ് സെക്ഷനിൽ പോയി. കാരണം MBD ഇത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടാഗ് ചെയ്യുന്നത്. MBD കാണട്ടെ, എന്നിട്ട് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കട്ടെ, പണിഷ്മെന്റ് കൊടുക്കട്ടെ. ഇത്തരത്തിൽ നടു റോഡിൽ പോയിരുന്ന് റീൽസ് ഒക്കെ ചിത്രീകരിച്ച് കോപ്രായം കാണിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് MBD കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർ ഈ കോപ്രായം കാണിക്കുന്നത് വേറെ ആൾക്കാരും കാണുന്നില്ലേ? ഇപ്പം 18 വയസ്സും 17 വയസ്സും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നേ. അവരിതൊക്കെ കാണും. ഇവർക്ക് ഒത്തിരി ലൈക്കും ഇവർക്ക് ഒത്തിരി ഷെയറും കിട്ടുന്നത് കാണുമ്പോൾ അവരും ഇതുപോലെ നാളെ കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് റോഡിലോട്ട് ഇറങ്ങും. എന്തുമാത്രം വലിയ അപകടങ്ങളാണെന്നറിയാമോ വിളിച്ചു വരുത്തുന്നത്? ഇവർക്കിതൊന്നും അറിയണ്ടല്ലോ. ഇവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രം മതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അതിപ്പോൾ ഏത് ആപ്പുകളായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ ആപ്പുകളായിക്കോട്ടെ, ആ ആപ്പുകളിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് നെഗറ്റീവ് കോണ്ടന്റുകളാണ്. സോ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ട് വൈറലാകാനാണ് പല ആൾക്കാരും നോക്കുന്നത്. ഇപ്പോൾ രേണുസുധിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ രേണുസുധിക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ രേണുസുധിയുടെ ഒപ്പം കൂടിയേക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ ശ്രമിക്കുന്നത് അതിനാണ്. അവർ അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ, അറിയാതെ അല്ലല്ലോ, അവർക്ക് ബോധവും വിവരവും ഒക്കെ ഉള്ളൊരു സ്ത്രീയല്ലേ, മുതിർന്ന സ്ത്രീ ആണല്ലോ. അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അറിയാതെയാണ് ചെയ്യുന്നത് എന്നുള്ള വാക്കിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി വലിയ വൈറലാകാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. എന്നാൽ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഇതൊക്കെ തന്നെ കോപ്രായമാണ്, പേക്കൂത്താണ്. ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല, ഇതൊരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല. ഇത് അവരുടെ പേഴ്സണൽ കാര്യമല്ല, ഇത് പബ്ലിക്കിന്റെ കാര്യമാണ്. പബ്ലിക് റോഡാണ്.